തൃശ്ശൂരിലെ CPM ഓഫീസായിട്ടുള്ള അഴീക്കോടൻ മന്ദിരം കള്ളപ്പണത്തിൻ്റെ കോട്ടയായി മാറിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രാഷ്ട്രീയ പാർട്ടി നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻസ് നടത്തിയെന്നാണ് അതിന് തെളിവ്. ആ നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ തെളിവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കരിവന്നൂരിലെ കള്ളപ്പണം, ആ കള്ളപ്പണമാണ് കരിവന്നൂർ ബാങ്കിൽ തുടങ്ങിയിട്ടുള്ള അറിയപ്പെടാത്ത അക്കൗണ്ട് വഴി, രഹസ്യ അക്കൗണ്ട് വഴി CPM കൈയാളിയിരിക്കുന്നത്. CPM അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച 10 കോടി രൂപ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം 1 കോടി, അതിനുശേഷം 9 കോടി. ഈ പണം ആര് കൊടുത്തു, ആരുടെ കയ്യിൽ നിന്ന് കിട്ടി, രഹസ്യ അക്കൗണ്ടുകൾ വഴി വന്ന പണത്തിൻ്റെ ഉറവിടം എന്താണ്? ഇത് ജനങ്ങളോട് പറയാൻ ബാധ്യതയുണ്ട് CPM-ന്. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, 2018 ശേഷം അഴീക്കോടൻ മന്ദിരത്തിൽ എത്താത്ത മുഖ്യമന്ത്രി ധൃതി പിടിച്ച് അഴീക്കോടൻ മന്ദിരത്തിൽ വന്ന് രഹസ്യ മീറ്റിംഗ് നടത്തിയതിൻ്റെ പിന്നിൽ ഈ രഹസ്യ അക്കൗണ്ടുകളിലെ അനധികൃത കള്ളപ്പണ ഇടപാട്, ആ ഇടപാടിനെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രി വന്നു പോയതിന് ശേഷമാണ് പണം വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്പണത്തിൻ്റെ, ഈ രഹസ്യ അക്കൗണ്ടിൻ്റെ ഈ മരവിപ്പിക്കലിന് കാരണമായിട്ടുള്ള ഈ അനധികൃത സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണം. തൃശ്ശൂർ ജില്ലാ CPM-ൻ്റെ സെക്രട്ടറിക്ക് പാൻ കാർഡ് പോലുമില്ല. അദ്ദേഹം വാസ്തവത്തിൽ ഒരു ബിനാമി മാത്രമാണ്. യഥാർത്ഥ കള്ളപ്പണ കള്ളൻ, ഭൂമിയിലെ മധ്യരാജാക്കന്മാർ എന്ന് പറയുന്നത് പോലെ ഭൂമിയിലെ കള്ളപ്പണ രാജാവ് AC മൊയ്തീനാണ്. കള്ളപ്പണം AC മൊയ്തീൻ്റെ മരുമകനും AC മൊയ്തീൻ്റെ ഏജൻറ്റും, ഈ 2 പേർക്കുമായിട്ട് കള്ളപ്പണം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. 2018 ശേഷം നടന്ന മൊയ്തീൻ്റെ കുടുംബം നടത്തിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഭൂമി ഇടപാടുകളിൽ കരിവന്നൂരിലെ കള്ളപ്പണമുണ്ട്, സംശയമൊന്നുമില്ല.